സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി. പാർട്ടി പ്രസിഡന്റ് മത്തായി പീച്ചിക്കര അധ്യക്ഷത വഹിച്ച യോഗം പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ആരോഗ്യ മേഖലയിൽ ജോലി നോക്കുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്നത്. യോഗം പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരം രമ്യമായി പരിഹരിക്കുന്നതിൽ സർക്കാരും ആരോഗ്യവകുപ്പും പരാജയപ്പെട്ടെന്നും അവരെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് മത്തായി പീച്ചിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ്, ട്രഷറർ ലാലു മാത്യു, സുനി അവരാപ്പാട്, തങ്കച്ചൻ കോട്ടപ്പടി, ശാന്തമ്മ ജോർജ്, ചെറിയാൻ പെലക്കുടി, വിനോദ് നെല്ലിക്കുഴി, സുരേഷ് മാരമംഗലം, കുമാരൻ CK, സജി തോമസ്, രഘു കാഞ്ഞിരക്കുന്ന്, ഫ്രാൻസി പാലമറ്റം, സാജൻ പുന്നേക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. നിയമസഭാ ഇലക്ഷനിൽ അവരുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, കേരളത്തിലെ ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും സമൂഹത്തിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്കുമെല്ലാം 7,000 രൂപ 10,000 രൂപ പ്രതിമാസം ഓണറേറിയം നൽകുമെന്ന് 2021 പ്രകടന പത്രികയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗ സ്നേഹം പറയുന്ന CITU നിങ്ങൾക്കായിട്ട് കണ്ടു കാണും. എളമരം കഴിയുമെന്ന് പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ മുൻ മന്ത്രി, അതുപോലെ തന്നെ കേന്ദ്ര MP ഒക്കെ ആയിരുന്ന ട്രേഡ് യൂണിയന്റെ എളമരം കഴിയും എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു ദിവസം 231 രൂപ. ഇന്ന് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുകയാണ്. ഇന്ന് അതിന്റെ 23ാം ദിവസമാണ്. കഴിഞ്ഞ 22 ദിവസങ്ങളും സമരം ചെയ്തിട്ടും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന LDF ഗവൺമെന്റ് അല്ലെങ്കിൽ പിണറായി സർക്കാർ ഇവരുടെ ആവശ്യത്തെ മുൻകൂട്ടി കാണുവാനോ അതിന് പരിഹാരം കാണുവാനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 22 ദിവസം കൂടിയിട്ടാകെ ഒരു ദിവസമാണ് ചർച്ചയ്ക്കൊന്ന് വിളിച്ചത്. എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ടു. മറിച്ച് ഈ ആശമാരുടെ ആയിരക്കണക്കിന് ആശമാർ തിരുവനന്തപുരത്തിന്റെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുമ്പോൾ ഈ സമരത്തെ പരാജയപ്പെടുത്തുവാൻ, അതിനെ ഉന്മൂലനം ചെയ്യുവാൻ ഈ സർക്കാർ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.